വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ധന്യയുടെ വീട്ടിലോട്ടാണ്. ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങി. എനിക്കും അവൾക്കിന്ന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഒരു റിസപ്ഷൻ മേക്കപ്പ് ചെയ്യണം. അതുകൂടാതെ തന്നെ അവളൊരു റിലേറ്റീവിൻ്റെ കല്യാണം കൂടിയാണ്. അപ്പം അതിന് പോകണം. അതിന് വേണ്ടിയിട്ട് ഹെയർ ഒന്ന് അയൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവളെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഒരു ഉച്ച സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് വന്നത്. രാവിലെ ജോലിക്ക് പോയി. എൻ്റെ ഹാഫ് ഡേ ലീവ് എടുത്തതിന് ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ അവളെ വീട്ടിലെത്തി. അവളും പാർലറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോയിട്ടാണ് വന്നത്. അപ്പോൾ ആ കണ്ണണ്ണനാണ് കതവ് തുറന്നു വന്നത്. ഞാൻ വിചാരിച്ചു തന്നെയായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും ചേട്ടൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും തന്നെ വാഷ്റൂമിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധന്യയ്ക്ക് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യണം. റൂട്ടൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ഇവർ എന്നെ ട്രോളുന്ന ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ സിനിമ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇവള് വാഷ്റൂമിലായിരുന്നല്ലോ. അപ്പോൾ വെളിയിറങ്ങിയ സമയത്ത് ഇവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ മൊബൈൽ ഓൺ ആക്കിയിട്ടാണ് നിൽക്കണേന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ മൊബൈൽ ഓൺ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവൾ അങ്ങനെ പറയുന്നത്. അതിനിടയ്ക്ക് അവൾ ടാങ്കിൻ്റെ വെള്ളമൊക്കെ കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ദാഹമാണ്, ഒരു രക്ഷയില്ലാത്ത ദാഹമാണ്. ഇപ്പം ഇവർക്കിനെ പോകണമെങ്കിൽ തന്നെയും വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഇരിക്കണമെങ്കിൽ തന്നെയും എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. പുറത്തെ ചൂട് അത്രയും ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും വെള്ളം ചോദിക്കുമ്പോഴത്തേക്ക് ഇവള് പറയും നിനക്ക് എന്തിനാണിത്. ഞാൻ പറയും എനിക്ക് ഇറങ്ങിക്കൂടി, എനിക്ക് ഭയങ്കര വെള്ളം ദാഹമാണ്. എവിടെ ഇറങ്ങിപ്പോയാലും ഇപ്പം തണുത്ത വെള്ളം കുടിച്ചാലും എനിക്ക് ഭയങ്കര വെള്ളം ദാഹമാണ് കേട്ടോ. അങ്ങനെ ടാങ്കിൻ്റെ വെള്ളമൊക്കെ അവിടെ കൊണ്ടുവന്ന് തന്നതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് ജസ്റ്റ് ഫേസ് അത് അവൾ ചെയ്യുമെന്ന് പറയും. അല്ലാതെ ഹെയറും ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനിടയ്ക്ക് കണ്ണണ്ണ ഇങ്ങനെ റെഡി ആവുന്നുണ്ടായിരുന്നു. കണ്ണണ്ണനും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ധന്യത റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു റൂട്ട് വളർന്ന ഹെയർ മാത്രം ഒന്ന് അയൺ ചെയ്ത് ക്രിംപ് ചെയ്തിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇന്ന് റിസപ്ഷൻ അല്ലേ, നാളെ ഇതിൻ്റെ കല്യാണമാണ് അവൾക്ക്, റിലേറ്റീവിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ഒന്ന് റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു റിസപ്ഷൻ വർക്കിനാണ്. വേറൊരിടത്താണ് പോകുന്നത് കേട്ടോ. അതും റിലേറ്റീവാണ്, അവളുടെ റിലേറ്റീവാണ്. എന്നിരുന്നാലും വേറൊരിടത്താണ്. എല്ലാം വെട്ടിക്കളഞ്ഞല്ലേ ഇവിടെ. ഇത് കാറി വെക്കി. ഞാൻ സ്കൂട്ടിയും കൊണ്ട് പറയാൻ വരാതെ അതെൻ്റെത്. ഇവിടെ ഇഷ്ടംപോലെ ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ധന്യയുടെ അമ്മായിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ മലക്കറിയിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ കൂടിയും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 കറിക്കുള്ള സാധനങ്ങൾ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴാണ് ഇത്തിരി കുറഞ്ഞത്, എന്നിരുന്നാലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞാൻ സ്കൂട്ടിയിലാണ് പോണത്, അവർ കാറിൽ തിരിച്ചു വരും. കാരണം സ്കൂട്ടി കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ പണിയാവും. എനിക്ക് റൂട്ട് അധികം പിടുത്തമില്ല. ഇനി ഇവരെ പിറകെ വേണം നമുക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ സ്കൂട്ടിയും കൊണ്ട് ഇവിടെ ഹാജരായിട്ടുണ്ട്. കാരണം എനിക്ക് പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് ഇങ്ങ് വരണ്ടല്ലോ. മറ്റേ ഇവരങ്ങ് നേരെ ഈ റിസപ്ഷനും കഴിഞ്ഞിട്ട് വേറൊരിടത്ത് പോകും കല്യാണത്തിന്. അപ്പം ഇവരെ കൂടെ ഞാൻ കയറി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്കൂട്ടി ഇവിടെ ഇരിപ്പാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ സ്കൂട്ടിയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അവർ പിറകെ വരുന്നുണ്ട്. ഈ റൂട്ടായിരിക്കും, ആ റൂട്ടായിരിക്കത്തില്ല, കോട്ടുകുന്ന റൂട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ റൂട്ടായിരിക്കും. എന്തൊരു ചൂട്, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അവർ വരുന്നുണ്ട്. അപ്പം നമുക്കിനി അവിടെ വെച്ച് കാണാം. അങ്ങോട്ടായിരുന്നാ വരുന്നു, തിരിച്ചു വരാം. ഞാൻ വിചാരിച്ച റൂട്ടായിരുന്നില്ല, തിരിച്ച് ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴിയെ കൂടെയാണ് ഇവർ പോയത് കേട്ടോ. അപ്പം നമുക്ക് റിസപ്ഷൻ വർക്കാണ്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള റിസപ്ഷൻ വർക്കാണ്, പെണ്ണിനുള്ള റിസപ്ഷൻ വർക്കാണ്. അപ്പം കണ്ണണ്ണൻ്റെ റിലേറ്റീവാണ് ഈ പയ്യൻ.
നല്ല അടുത്ത റിലേറ്റീവാണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അടുത്ത റിലേറ്റീവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് പെണ്ണും ചെറുക്കനും വീട്ടിലോട്ട് കയറുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മേക്കപ്പ് ബാഗൊക്കെ പുറത്തോട്ട് എടുത്തു. നമുക്കൊരു 1 hour നമുക്ക് കിട്ടത്തുള്ളൂ, കാരണം ഇപ്പോൾ ഒരു 2-2:30 മണി ആയിട്ടുണ്ട്. 3:30 മണി 3:45 മണി, ആ ഒരു 3:30-3:45 നമുക്ക് ആ പെൺകുട്ടിയെ ഒരുക്കി വിടണം. ടാസ്ക്കാണ്. 1 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയേ പറഞ്ഞുതരാം. കണ്ണണ്ണൻ ഞങ്ങളെ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം കണ്ണനും വീട്ടിലോട്ട് പോവുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് കറക്റ്റ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. ഈ റൂട്ട് ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കാണാതെ പറയാൻ അറിഞ്ഞുകൂടാ. അതായത് എന്താണ്, ഒറ്റയ്ക്ക് അങ്ങനെ വരാൻ അറിഞ്ഞുകൂടാ. ഇതാ ഇവര് കല്യാണ പെണ്ണും ചെറുക്കനും ഈ ടൈമിന്റെ കുറച്ചൊരു വേരിയേഷൻ കാരണം ഇവർ വെളിയിൽ നിൽക്കുകയാണ്. കാരണം ഇന്ന സമയത്തല്ലേ അകത്ത് കയറാൻ പാടുള്ളൂ. ഇവരൊരു 5-10 മിനിറ്റ് നേരത്തെയാണ് എത്തിയത്. പിന്നെ ധന്യ അറിയാവുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കണ്ണണ്ണന്റെ റിലേറ്റീവ്സ് ആണ് അവിടെ കൂടുതലും. അങ്ങനെ ധന്യ അറിയാവുന്നവരായിരുന്നു കൂടുതലും. മിക്കപ്പോഴും അങ്ങനെയാണ്. എനിക്കറിയാവുന്ന സ്ഥലത്ത് ഒരൊറ്റ മനുഷ്യരും തന്നിക്ക് ഇറങ്ങുകയായിരിക്കും. എനിക്കറിയാവുന്ന ഒരു വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ കെയർ ഓഫിലൊരു വർക്കിനാണെങ്കിൽ, അവളെ കെയർ ഓഫിലുള്ള ഒരു വർക്കിനാണെന്നുണ്ടെങ്കിൽ എന്നെ ആർക്കും ഇറങ്ങുകയായിരിക്കും. നമ്മൾ രണ്ടുപേരും അറിയാവുന്നവർ, നമ്മൾ ആ കറക്റ്റ് ആ പാർലറിൻ്റെ ആ ലൊക്കാലിറ്റിയിൽ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ നന്നായിട്ട് അറിയായിരിക്കും. എന്നെ കാണുമ്പോഴേ ചോദിക്കും ഇത് ഗംഗയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ പെൺകുട്ടി വിളക്കും കൊണ്ട് അകത്തോട്ട് കയറുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് ഏകദേശം ചടങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാം. കാരണം ഒരുപാട് റിസപ്ഷൻ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും, കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും കല്യാണ പെൺകുട്ടി അല്ലെങ്കിൽ ബ്രൈഡ് നമ്മളെ വെയിറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കത്തില്ല. നമ്മളായിരിക്കും ബ്രൈഡിനെ വെയിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവുക കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസ് ഈ വധു എൻട്രി ആവുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറി നിന്നതാണ്. പക്ഷേ എനിക്കൊരു വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. ക്യാമറ ചേട്ടന്മാർ അതിന് സമ്മതിച്ചില്ല. പിന്നെ വിളക്ക് കൊണ്ടുവന്ന് വെക്കുന്ന വീഡിയോസ് മാത്രമേ എനിക്ക് കിട്ടിയായിരുന്നുള്ളൂ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വർക്കിന് വരുമ്പം എപ്പോഴും നോക്കുന്നത് ബ്രൈഡിനെ നോക്കും. കാരണം ഒരുപാട് പണിയുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും. നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം ചില ഇടങ്ങളിൽ പോകുമ്പം വധുവിന് ചില സമയങ്ങളിൽ ചില ഇടങ്ങളിൽ വളരെ ചെയ്ത് മോശമാക്കാറുണ്ട്. ഒരു കുറ്റം എന്നുള്ള രീതിയിൽ പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് പറയുന്നതാണ്. ഒരു വർക്കിന് ഞാൻ പോയ സമയത്ത് ആ കുട്ടിയുടെ തലയിൽ നിന്ന് തലമുടിയിൽ നിന്ന് റബ്ബർ ബാൻഡ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വട സഹിതം, ഈ ഡാൻസിനുള്ള വട സഹിതം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു അനുഭവം കിട്ടിയത് മുതൽ, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, ധന്യ അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അന്ന്. ഞാനത് 1 മണിക്കൂറിന് ആ കുട്ടിയെ മാറ്റാൻ പെട്ട പാട് ഇപ്പോഴും എന്നെ മുട്ടിടിക്കും. കാരണം ഒരു സമയം, നമുക്കൊരു 3 മണിക്കൂറെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് 1 hourനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക വലിയൊരു ടാസ്ക്കുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കല്യാണ പെണ്ണിൻ്റെ റൂമിലെത്തി. പക്ഷെ അവിടെ ലൈറ്റ് വലിയൊരു വിഷയമായിരുന്നു, ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരുവിധം 2 റൂമിലും പോയി നോക്കി, കല്യാണ പെണ്ണിൻ്റെ റൂമിലും പോയി നോക്കി, അതല്ലാതെ അപ്പുറത്തെ റൂമിലും നോക്കി. കല്യാണ പെണ്ണിൻ്റെ റൂമിൽ എനിക്ക് തോന്നുന്നു കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ റൂമിലാണ് കൂടുതലും ലൈറ്റ് കുറവായിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് പിന്നെയും വേണ്ടൂലായിരുന്നു. പക്ഷെ നല്ല ഇരുൾച്ചയായിരുന്നു, അതായത് ഇരുട്ട് നിറങ്ങിയ റൂമുകളായിരുന്നു. അതിൽ നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ കുറച്ചൊരു പേടിയാണ്. കാരണം നമ്മൾ ഇരുട്ടുള്ള റൂമിൽ നിന്ന് നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ വേറൊരു ലുക്കായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഫൗണ്ടേഷൻ കളറായിപ്പോവും. അതുകൊണ്ടാണ് അതിൽ വെച്ച് നമ്മൾ ആ ഒരു വിസമ്മതിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കഴിവതും എല്ലാവരോടും നമ്മൾ പറയാറുണ്ട്, കഴിവതും ലൈറ്റ് വേണം, AC വേണം. ഈ ഒരു ചൂടത്ത് നമുക്ക് AC ഉണ്ടായേ തീരൂ, എനിക്ക് AC ഉള്ള റൂമിലെ വർക്ക് ചെയ്യൂ എന്നുദ്ദേശിച്ച് പറയുന്നതല്ല. അതെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുമ്പം ബ്രൈഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് AC ഉള്ള റൂമും ലൈറ്റുള്ള റൂമും പറയുന്നത്. പിന്നെ ഒരു മിറർ, ഈ ഒരു 3 ആവശ്യങ്ങൾ മാത്രമേ നമ്മൾ ഉന്നയിക്കാറുള്ളൂ. ചിലപ്പോഴൊക്കെ ചിലരത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് റൂമിൽ കണ്ണാടി ഇല്ലായിരുന്നു, മിററില്ലായിരുന്നു. അപ്പുറത്തെ റൂമിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്ത് തന്നു. മിററൊക്കെ വേണം, കാരണം ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പേരുണ്ടെങ്കിലും നമുക്ക് മിററിൽ നോക്കുമ്പോഴാണ് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുക. 2:30 മണിക്കാണ് കല്യാണ പെണ്ണും ചെറുക്കനും വീട്ടിൽ കയറിയത്. 2:45 ആയപ്പോഴത്തേക്കും ബ്രൈഡിനെ നമ്മളെ കയ്യിൽ കിട്ടി. ഒരു 3/4 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം നമ്മൾ വർക്ക് ചെയ്ത് ബ്രൈഡ് വെളിയിലോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രൈഡിനെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ മേക്കപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് കണക്ക്. ഹെയർ ലൂസായി, അതായത് പിരുത്തിടണം എന്ന് തന്നെയാണ് ബ്രൈഡ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ റൂമിനകത്ത് കയറി എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തു. കാരണം ഇതിന് മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ നമ്മളിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വർക്ക് തീരുമ്പോഴത്തേക്കും കട്ടിനടി വരെ നമ്മൾ നോക്കിയിട്ടേ ഇറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. കണ്ണണ്ണൻ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ നേരെ ഇനി ഇവരുടെ റിലേറ്റീവിൻ്റെ കല്യാണ വീട്ടിലോട്ടാണ് പോകുന്നത്.
ഞാൻ പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ജംഗ്ഷനിൽ നല്ല ബ്ലോക്ക് കാരണം ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഒരു ചെറിയൊരു കുറുക്ക് വഴിയുണ്ട്. പക്ഷെ അത് എളുപ്പമുള്ള വഴിയാണെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വളഞ്ഞ വഴിയാണ്. എന്നിരുന്നാലും എനിക്ക് ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം കൊച്ചുനാൾ മുതലേ ഞാൻ നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഈ റൂട്ട് വഴിയാണ്. എൻ്റെ വീടും വെഞ്ഞാറമൂടുമായിട്ടുള്ളതൊരു ദൂരം ഇതുവഴി ഞാൻ പോയിട്ടുണ്ട് കൊച്ചിലെ. ഒരുപാട് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് രാവിലെയും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയവും വൈകുന്നേരം സ്കൂളിൽ പോകുന്ന എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ നടന്നങ്ങ് എത്താറുമുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. മോനോടനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, എടാ ഈ വഴി ഞാൻ പണ്ട് സ്കൂളിൽ പോയിരുന്ന വഴിയാണ് എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു മനസ്സിന് സന്തോഷമാണ്, പഴയകാല ഓർമ്മകൾ വരാറുണ്ട്. അങ്ങനെ ഞാൻ ഈ വഴി അങ്ങോട്ട് എടുത്ത സമയത്ത് പോയ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ആ ഒരു പ്ലേസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ വീടിൻ്റെ അവിടെ ആയിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയായിട്ട് കാലൊന്ന് മുറിയാൻ കാരണം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ ചെയ്തിട്ടൊരു ചരടം കണ്ടുമാണ്, പോസ്റ്റർ തൂക്കിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ചരടം കണ്ടുകൊണ്ട്. പക്ഷെ നല്ല നീളത്തിന് കടന്നു. എൻ്റെ കാല് കഴിഞ്ഞ ദിവസം അങ്ങനെ മുറിഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ രാത്രിയൊക്കെ പോകുന്നവർക്ക് ഇത് നല്ല രീതിയിൽ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ കത്രികയോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് കട്ട് ചെയ്തിടാൻ പറ്റിയിരുന്നില്ല. അത് എന്തെങ്കിലും പരിപാടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ അങ്ങ് നശിപ്പിച്ച് ഇട്ടിട്ട് പോയിക്കൂടായിരുന്നു. ഇത്രയും നീളത്തിന് അത് ഇടുമ്പോഴത്തേക്കും എൻ്റെ കാല് കുരുങ്ങി ഞാൻ ഒരുപാട് ദൂരം അത് പോയി. എൻ്റെ കാലവസാനം മുറിഞ്ഞു, നല്ല രീതിയിൽ മുറിഞ്ഞു കേട്ടോ. ഈ കാലനക്കാൻ പറ്റാതെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു, നീരൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ അമ്മ ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസ് എന്നോട് കഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിരുന്നു. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ മോനോട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ അമ്മ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചെത്തി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഉരുളൻകിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മോനോട്ടന് ഈ ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഹോട്ടലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ ടൊമാറ്റോ സോസ് അവൻ കണ്ടു കഴിഞ്ഞാൽ അടിയാവും. ഞാനും അവനും കൂടെ വമ്പിച്ച വഴക്കാണ് നടക്കുന്നത്, അവനത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ഞാനിപ്പം ചായ കുടിക്കാൻ, എനിക്ക് ചായ ഭയങ്കര ടെൻഡൻസി, കാരണം ഇത്രയും ചൂടത്തുനിന്ന് വന്നെങ്കിലും ഒരു 4-5 മണിയാകുമ്പോൾ 5 മണിക്കെങ്കിലും ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ശീലങ്ങൾ മാറ്റിയാൽ മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. പിന്നെ ഇത് മൊരിമരാന്നിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷേ കോൺഫ്ലോർ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരുന്നേനെന്ന് അമ്മ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പുറത്തോട്ട് പോയി. പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പം മെറ്റീരിയൽ എടുക്കാനുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പുറത്തോട്ട് പോയതാണ്. അമ്മ കുറച്ച് നേരത്തെ ഇറങ്ങി താഴെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാനും മോനോട്ടനും കൂടി ഇറങ്ങി. മോനോട്ടൻ വലിയ ഗമയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് ഇറങ്ങിയത്. ഇത് ഏട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് ആണ്. ചില സമയങ്ങളിൽ ഏട്ടൻ്റെ ക്യാരക്ടറും മോനോട്ടൻ്റെ ക്യാരക്ടറും ഒരേപോലെ വരും, അത് സ്വാഭാവികമാണ്. അച്ഛൻ്റെ സ്വഭാവം സ്വാഭാവികമായിട്ട് മോനും കിട്ടും. പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ അതിശയം തോന്നാറുണ്ട് കേട്ടോ. ഏട്ടന് ഈ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന പരിപാടിയും കൂളിംഗ് ഗ്ലാസ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. മോനോട്ടിനും അതേപോലെ കൂളിംഗ് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഈ ഒരു ശീലത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ടിങ്ങുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടെക്സ്റ്റൈൽസിലെത്തി. കുറച്ചൊരു മെറ്റീരിയൽസ് കട്ട് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണം ആകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കയറാൻ പോലും പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ആ ഫാൻസി ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറി. മോനോട് വലിയ കാര്യത്തിലൊക്കെയാണ് കയറി പോകുന്നത്. അവന് ലിഫ്റ്റിൽ കയറണം, അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കണത്. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ റേറ്റ് കൂടുതലാണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു. മോനോട് അവിടെ വന്ന ഒരു മോനോട്ടനുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായി. അപ്പം ഞാൻ ആലോചിക്കുന്നത്, അവൻ പെട്ടെന്ന് അങ്ങ് കമ്പനിയാവും, എല്ലാവരുമായിട്ടും പെട്ടെന്ന് അങ്ങ് കമ്പനിയാവും. ഒരു പ്രായഭേദം അവന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഏത് തരക്കാരോടും കമ്പനിയാവും. പിന്നെ അവനെയും കൂടെ ഉൾപ്പെടുത്തണം. പക്ഷേ ചില കാറ്റഗറീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ കുട്ടികൾ മോനോട്ടനെ കളിപ്പിക്കാൻ കൂട്ടാകത്തില്ല. കാരണം അവൻ ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ട് അവൻ വന്ന് പരാതി പറയും, അമ്മ എന്നെ അവർ കളിപ്പിക്കുന്നില്ല എന്ന്. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം നമ്മളെ ആ ഏജ് ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തുള്ളൂ. നമ്മളെക്കാൾ വലിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ കൂട്ടാക്കത്തില്ല. അങ്ങനെ പിന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു, അവൻ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനോട്ടിന് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ പിന്നെ ആരോട് കളിക്കും? അവൻ്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ചോദ്യം കേട്ടിട്ട് ഞാനും ഒന്ന് ചിരിച്ചു.
കാരണം അവൻ വീട്ടിൽ ഒറ്റപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം അപ്പുറത്തും എങ്ങും പോകുന്നില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത്, സ്കൂൾ അടച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടം അവൻ കാണിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായ കേട്ടോ. ഞാൻ എത്രത്തോളം അവൻ്റെ കൂടെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാലും കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് തളരും. അപ്പം അവനതൊരു ഭയങ്കരമായിട്ട് അങ്ങ് വിഷമവും. അവൻ ഇനിയിപ്പോൾ അടുത്തതാണ്, ഇനിയിപ്പം സ്കൂൾ തുറക്കാറായി, അതുകൊണ്ട് വലിയ വിഷമമില്ല. 10-15-20 ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കും. അതൊരു സമാധാനമായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു സമാധാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മോനൂട്ടൻ അത്രയും അങ്ങ് ഒറ്റപ്പെടത്തില്ലല്ലോ. അടുത്ത വർഷം എന്തായാലും ഞാൻ അവന് ഏതെങ്കിലും ഒരു കലാപരിപാടികളിലോ എന്തെങ്കിലും ചേർക്കും. ഞാൻ ഇങ്ങനെ അങ്ങ് വീട്ടിൽ ഇരുന്ന് മുഷിയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയും ചെയ്യില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാത്തത് കേട്ടോ. അവിടെ വെച്ച് ബസൂട്ടിൻ്റെ ടീച്ചറിനെ കണ്ടിരുന്നു. അപ്പോൾ അത് അവന് ഭയങ്കര സന്തോഷമായി. കുറേ നാളായി മദീന ടീച്ചറിനെ കണ്ടിട്ട്. അങ്ങനെ മദീന ടീച്ചറിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മോനോട് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ പോകണമെങ്കിലും ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും അവന് നടക്കണേക്കാൾ ലിഫ്റ്റിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി. അതിനിടയ്ക്ക് മോനൂട്ടന് കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ മോനൂട്ടൻ കിടന്ന് ബഹളം വെച്ചു. പക്ഷേ നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് അവസാനം നമ്മൾ പറക്കി ആക്രിക്കാണ് കൊടുത്തത്. ഇനിയിപ്പോൾ വീണ്ടും കളിപ്പാട്ടങ്ങൾ നിറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്താണ്, ഒരു ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചാൽ തന്നെയും 200-300 രൂപയൊക്കെ ആവും. അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങണ്ട, നമുക്ക് പിന്നീട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാം, ഇപ്പോഴും വേണ്ടാന്ന്. പിന്നെ സ്കൂൾ തുറക്കാറായല്ലോ, ഇനിയിപ്പോൾ ബാഗ് വാങ്ങിക്കണം, യൂണിഫോം തയ്ക്കണം, അതൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തില്ല. ഏറ്റവും അവസാനം അച്ഛനെ വിളിച്ചിട്ടൊക്കെ വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു, അമ്മ അച്ഛൻ എനിക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പാവാട എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെറ്റീരിയൽ ആണോ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണോ എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മെറ്റീരിയലാണ്, അല്ലാതെ റെഡിമെയ്ഡ് അല്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ആ പാവാടയുടെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും പാവാടയുടെ കളറല്ല, പാവാട മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മോനോട് നാട്ടിലേക്ക് ഞാൻ പറയായിരുന്നല്ലോ, കളിപ്പാട്ടം കണ്ടിട്ട് അവിടെ കിടന്ന് ബഹളം വെച്ച് എനിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ വിഷമത്തോടുകൂടി ഞാൻ നോ എന്ന് പറയേണ്ടി വന്നു. എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ തോന്നി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് അമ്മാമ്മയുടെ വീട്ടിൽ, അതായത് ഏട്ടൻ്റെ കുടുംബ വീട്ടിലോട്ട് വന്നു. അവിടെ പൂപ്പിയെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ രാത്രിയാകുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് നമ്മൾ വെളിയിറങ്ങി പൂപ്പിയെ തുറന്ന് വിട്ടത്. പൂപ്പിയെ മാമ അകത്ത് കയറ്റി, കൂട്ടിനകത്ത് കയറ്റിയതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറിയത്. അല്ലെങ്കിൽ നമ്മളെ കടിച്ച് കീറി കൊന്നുകളയോ ആശാൻ. പണ്ടോട്ടേ നമ്മളെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആൾക്ക് വലുതായതിനു ശേഷം നമ്മൾ അങ്ങനെ അടുത്തൊന്നും പോകാറില്ല. പേടിയാണ് ഞങ്ങൾക്ക്. ഇനി അതും കൂടി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ വണ്ടിയിലല്ല വന്നത്, നടന്നാണ് വന്നത്. സ്കൂട്ടി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കാല് ഭയങ്കര വേദനയായിരുന്നു. മറ്റേ ചെറുതായിട്ട് ആ ചരട് കൊണ്ടില്ലേ, ആ ചരട് കൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അത് കാണുകണക്കല്ല, തൊലിയാണ് പോയതെങ്കിലും അടിപൊളി വേദനയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മളിങ്ങനെയായിരുന്നു, ഇവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാത്രി നമ്മൾ പോകാറുണ്ട്. മിക്കപ്പോഴും അത് നടന്നൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ മാത്രമേ വണ്ടിയിൽ പോകാറുള്ളൂ. ഇത് വഴിയൊക്കെയാണ് നമ്മൾ പണ്ട് നടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം പിന്നെ ആൾക്കാരും ബഹളവും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ടാറ്റ, ബൈ ബൈ.